ഹായ്, ഞാൻ ശ്രീജിത്ത് ആദി അക്വറിയം ഫാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഇന്നൊരു ഏഞ്ചൽ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ വലിയൊരു ഏഞ്ചൽ ബ്രീഡർ അല്ല, എന്നാലും നമുക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു. നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് പോവാം. നിങ്ങളൊരു ഏഞ്ചൽ ബ്രീഡിനെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഈ സൈസുള്ള ഏഞ്ചലുകളെ എടുക്കുന്നതാണ് നല്ലത്. ഈ സൈസുള്ള ഏഞ്ചലുകളെ പോയിന്റ് സൈസ് ഏഞ്ചൽ എന്ന് പറയും. ഇതിലുള്ള ഒരു 10-15 പീസ് എടുത്തിട്ട് ഒരു വിസ്താരമുള്ള ടാങ്കിലിട്ടിട്ട് ഒരു 4-5 മാസം ആകുമ്പോൾ അവർ മെച്യൂരിറ്റിയായി പെയറായി തിരിയുന്നതാണ്. അങ്ങനെ പെയറിനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ബ്രീഡിങ്ങിന് വേണ്ടി അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റിൽ തന്നെ അക്വേറിയം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തടുത്തുള്ള അക്വേറിയങ്ങളിൽ ഫിഷുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കാണാത്ത രീതിയിൽ സൈഡുകളിൽ സ്റ്റിക്കർ ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് നല്ലതാണ്. അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എഗ് കഴിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ വാട്ടർ കണ്ടീഷൻ ചെയ്യുകയും ഫിൽട്രേഷൻ കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം ഒരു ടൈലിൻ്റെ പീസ് അക്വേറിയത്തിൽ ചെരിച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അക്വേറിയത്തിൽ ബ്രീഡായി കഴിഞ്ഞാൽ ആ അക്വേറിയത്തിൽ നിന്നും ബ്രൂഡുകളെ പിന്നെ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. വേറൊരു അക്വേറിയത്തിലേക്ക് നമ്മൾ ബ്രൂഡുകളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ബ്രീഡാവാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നതാണ്. കുട്ടികളെ മാത്രം നമ്മൾ അക്വേറിയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വേറൊരു അക്വേറിയത്തിൽ ആക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽ ബ്രീഡിങ്ങിൻ്റെ പ്രക്രിയയാണ്. നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത ടൈലിൻ്റെ മുകളിൽ തന്നെയാണ് ഫീമെയിൽ എഗ്ഗ് ചെയ്യുന്നത്. ഫീമെയിൽ എഗ്ഗ് ചെയ്യുമ്പോൾ തന്നെ മെയിൽ ഫിഷ് വന്ന് ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതാണ് ഏഞ്ചൽ ബ്രീഡിങ്ങിൻ്റെ രീതി. ഇത് കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയങ്ങളിൽ നമ്മൾ പരമാവധി ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മളങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ എഗ്ഗ് കഴിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. രണ്ട് രീതിയിലാണ് എഗ്ഗ് വിരിയിപ്പിക്കുന്ന രീതിയുള്ളത്. എഗ്ഗ് കഴിക്കുന്ന പേരൻസ് ആണെങ്കിൽ എഗ്ഗ് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വിരിയിപ്പിക്കുകയും എഗ്ഗ് കഴിക്കാത്ത പേരൻസ് ആണെങ്കിൽ പേരൻസിൻ്റെ കൂടെ തന്നെ എഗ്ഗ് വെച്ച് വിരിയിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത്. ഞാൻ പേരൻസിൻ്റെ കൂടെ തന്നെ എഗ്ഗ് ചെയ്ത് വിരിയിപ്പിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ബ്രീഡായതിനു ശേഷം 3ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. പരമാവധി എഗ്ഗും വിരിഞ്ഞിട്ടുണ്ട്. ടൈൽസിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് ഫീഡ് നൽകേണ്ടതില്ല. റീസിമായതിനു ശേഷമാണ് കുട്ടികൾക്ക് ആർട്ടിമ ഫീഡ് ചെയ്ത് തുടങ്ങേണ്ടത്. ബ്രൂഡുകൾക്ക് നല്ല രീതിയിൽ തന്നെ ഫീഡ് കൊടുക്കാവുന്നതാണ്. 5ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണിത്. നമ്മുടെ ഏഞ്ചലിലെ കുഞ്ഞുങ്ങളൊക്കെ ഫ്രീസിമായിട്ടുണ്ട്. നല്ലോണം കെയർ ചെയ്യുന്ന ഒരു ബ്രൂഡാണിത്. നമുക്ക് ഇന്ന് മുതൽ ആർട്ടിമ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. ആർട്ടിമ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഫീഡ് ചെയ്യണം. അധികമാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികമായി കഴിഞ്ഞാൽ കുട്ടികൾ നല്ലവണ്ണം കഴിച്ച് കുട്ടികൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായ രീതിയിൽ തന്നെ ആർട്ടിമ ഫീഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആർട്ടിമയൊക്കെ കൊടുത്ത് കുറച്ച് സൈസായ കുഞ്ഞുങ്ങളാണിത്. നമുക്കിതിനെ മൊയ്ന ചെറിയ തോതിൽ പെല്ലറ്റും കൊടുത്ത് ശീലിക്കാവുന്നതാണ്.